ജവാമിഉൽ കലീം അഥവാ ചെറിയ വാക്കുകളിൽ വിശാലമായ അർത്ഥങ്ങളും സതുപദേശങ്ങളും ഉൾക്കൊള്ളുന്ന 40 ഹദീസാണ് നമ്മളിപ്പോൾ തുടങ്ങിയത്. 20 തീർന്നു. അൽ ഹദീസുൽ ഹാദി വൽ ശുറൂൻ 21-ാമത്തെ ഹദീസ്. ഫി ബയാനി ഹുഖൂഖി തരീഖി വ ആദാബിഹി. വഴിയുടെ ഹക്ക് എന്ന് വെച്ചാൽ ഈ മഫസ്സലത്തും സംസാരിക്കാൻ വേണ്ടി ഇന്ന് ഒരു ബെഞ്ചലിലിട്ട് ചില സൗകര്യം നമ്മളിവിടെ അധികം ഉണ്ടും കാണും. അതാണ് ഹുഖൂഖ് തരീഖ്. അതിന് പാലിക്കേണ്ടുന്ന ആദാബുകളുമാണ്. അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വൽ ജുലൂസ ഫി തുർഖാത്ത്. ആദ്യം പറഞ്ഞെന്താ? വഴികളിൽ ഇരിക്കൽ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞു. വഴിയിൽ ഇരിക്കേ വേണ്ട. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അസ്ഹാബിമാർ എന്താക്കുന്നത്? അതിന് അനുവാദം വാങ്ങിയെന്നു. എന്നുവെച്ചാലോ, ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ. നമുക്ക് മജലിസിൽ ഇരിക്കാണ്ട് പറ്റൂല. തങ്ങളോട് അപേക്ഷ കൊടുത്തിട്ട് സമ്മതം വാങ്ങുന്നു. എന്നുവെച്ചാൽ യഅനൂന അന്നഹും ഖദ് യൽതറൂന ഇലൽ ജുലൂസി ഫീഹാ. വഴികളിൽ ഇരിക്കലിലേക്ക് അത്യാവശ്യമായിട്ട് മാറും. എന്തിനാ? ലി തഹദ്ദുസി ഫി അംരി മുഹിമ്മിൻ. അത് ഹദീസല്ല, ഷറഹാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി കൂടെ ഇരിക്കൽ അനിവാര്യമാണ് നബിയേ. നതഹദ്ദസു ഫീഹ ഖാല. തങ്ങൾ പറഞ്ഞ ഫൈൻ നബൈതും ഇല്ലൽ മജാലിസ്. ഇരുന്നേ പറ്റുമെങ്കിൽ, ഒരു അനുവാദം കൊടുക്കുകയാണ്, ഇരുന്നേ പറ്റുമെങ്കിൽ ഫഅതു തരീഖ ഹഖഹ. ആ തരീഖിന് അതിൻ്റെ ഹക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്തിൻ്റെ ഹക്ക്? തരീഖിൻ്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ ഫീസ് അടക്കല. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹഖു തരീഖ്. തരീഖിൻ്റെ ഹക്ക് എന്താണെന്ന് ചോദിച്ചു. ഖാല ഗദ്ദുൽ ബസർ. ഒന്ന്, കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞാൽ പല ആളുകളും വഴിക്ക് പോകുന്നുണ്ടാവും, പല കാഴ്ചകളും കാണും. അങ്ങോട്ടെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പോകുന്ന ആളെല്ലാം നോക്കിയിരിക്കാനല്ല വേണ്ടി കണ്ണടക്കണം. അടച്ചുവെച്ച കണ്ണ് പൂട്ടിയിരിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. ഇരുട്ടാക്കണമെന്നല്ല. അനാവശ്യമായ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കണ്ട. 2, വഖഫുല്ലത. നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വഴി ബ്ലോക്കാക്കി തടഞ്ഞു നിർത്തിക്കളില്ല. വഴി ബ്ലോക്കായിട്ട് തടഞ്ഞു നിർത്തിയില്ലേ, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിൽ ഒഴിവാക്കുക. 3, വറദ്ദു സലാം. സലാം അടക്കുക. എന്നുകൊണ്ട് വരുന്നാണ് സലാം ചെല്ലും. ഇപ്പം ഇക്കലത്തെ കാലം പോലെ അല്ലല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാണല്ലോ സലാം ചെല്ലല്. അപ്പോൾ സലാം അടക്കണം. അപ്പം എത്രയായി? 3, വൽ അംറു ബിൽ മഅറൂഫ്. നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കൽ. വൽ നഹിയു അനിൽ മുങ്കർ. ചീത്തയായ കാര്യങ്ങൾ വിരോധിക്കുക. അപ്പോൾ ഈ ഹദീസിൽ എത്രണ്ണം വന്നു? 1, ഗദ്ദുൽ ബസർ, കഫുൽ അദാ, റദ്ദുസ്സലാം, അംറും ബിൽ മഅറൂഫി, നഹിയുൻ അനിൽ മുങ്കർ. 5 അല്ലേ? ഇത് ഷെയ്ഖാനിൻ്റെ റിവായത്താണ് റളിയല്ലാഹു അൻഹു. വഫീ റിവായത്തി അബീ ദാവൂദിൻ്റെ റിവായത്തിൽ ഒരു സിയാദത്തുണ്ട്. എന്താ? വഇർഷാദു സബീൽ. ആർക്കെങ്കിലും വഴി അറിയാത്ത ആളുണ്ടെങ്കിൽ ആർക്കിങ്ങനെ നിർദ്ദേശിച്ചു കൊടുക്കുക. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെ പോയിക്കോന്നിട്ട് അതൊരു കടമയാണ്. നമ്മൾ തന്നെയല്ലേ ഓരോട് ചോദിക്കാൻ, നമുക്ക് ഡ്രൈവറോട് ചോദിക്കാമെന്നൊക്കെ പറയില്ലേ. ഇനി വൈന്ദ തബ്രാനി ഇമാമിൻ്റെ റിവായത്തിൽ വൈഗാസത്തുൽ മൽഹൂഫ്. കഷ്ടപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാമെന്നും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ച എത്രയായി? 7 എണ്ണായി. ഇനി അൽ ഹദീസ് സാനി വൽ ശുറൂൻ 22-ാമത്തെ ഹദീസിൽ ചെറിയതാ. ഫീ ബയാനി അന്ന മൻ ഖാഫല്ലാഹ സആ ഇലൻ നജാതി മിൻ അദാബിഹി. അള്ളാഹുവിനെ പറ്റി ഒരാൾക്ക് ഭയമുണ്ടെങ്കിൽ അവൻ്റെ കോപത്തിനെ തൊട്ട് അവൻ്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ അവൻ ഉത്സാഹിക്കും. അതെങ്ങനെയാണ്? വദാലിക ബി ത്വാഅത്തില്ലാഹി. അല്ലാഹു തആലാൻ്റെ കൽപ്പനക്കനുസരിക്കൽ തന്നെ. അതിനെ ഒരു ഉപമയാണ് തങ്ങൾ പറയുന്നത്. എങ്ങനെ? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാഫ. ഒരാൾ പേടിച്ചാൽ അതിലജ. അതിലജ എന്ന് പറഞ്ഞാൽ എന്താക്കും? ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ സ്ഥലം പിടിക്കുക, കുടിയിലേക്ക് എത്തുക. അത് ഒരു ഉപമയാണ്. എന്താ അതിൻ്റെ കാരണം പറയുന്നത്? വൽ മാന. അത് ഹദീസല്ലേ?
അന്നമം മഷാഫി സഹറ, ആളൊടിഞ്ഞ ഒരു സ്ഥലത്ത് ഒരാൾ നടക്കുന്നു. വഅഖ്ബല അലൈഹിൽ ലൈലു, രാത്രി ഇതാ വരാൻ പോകുന്നു, മഗ്‌രിബായി. അപ്പോൾ ഫൈന്ന ഖൗഫഹു മിൻ സിബാഹി സഹറായി വദിയാഇഹ, ആ മരുഭൂമിയിൽ ആക്രമിക്കുന്ന പല പിടിമൃഗങ്ങളുണ്ടാവാം, പോക്കറ്റടിക്കാറുണ്ടാവാം, എന്തെല്ലാം ഉണ്ടാവും. അപ്പം രാത്രി കൂടുതൽ വൈകിയാൽ എന്താക്കും? ഇവർക്ക് ആരും സഹായിക്കാനുണ്ടാവില്ല, രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അപ്പോൾ കാലേ കൂട്ടി എന്താക്കും? വരിയിലേക്ക് എത്തും. ആ ബയ്യഹമിലുഹു അല്ല യബീത്ത, അവിടെ രാത്രി കഴിച്ചു കൂട്ടണ്ട എന്നാണ് അവനെ പ്രേരിപ്പിക്കുക. പിന്നെന്താക്കും? ബൽ യുതാബിഉ സൈറഹു ഹത്താ യബ്ലുഗ മൻസിലഹു വ മഅ്മനഹു, അവൻ്റെ സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു അഭയം കിട്ടുന്ന സ്ഥലത്തേക്കോ എത്താൻ വേണ്ടി എന്താക്കും? സ്പീഡിൽ അയാൾ കാലേക്കുട്ടി പോകും. നമ്മൾ സാധന ചെയ്യുന്ന തന്നെ നന്ദി ഇട്ടാൻ നേരുമ്പോൾ വരിയിലേക്ക് എത്തിക്കുമെന്ന് പറയും. ഇതേ അപ്പോൾ ഇവിടെ എന്താ ഗഫി ഹാദിഹി ഇബ്റത്തുല്ലി സായിരീന വസാലിക്കീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ കഴിച്ചു കൂട്ടുന്ന ആളുകൾക്ക് എന്താകും? കിട്ടിയ സമയത്ത് എന്താകും? ഉപയോഗപ്പെടുത്തിയിട്ട് വേഗം ഗനീമത്തെടുക്കലിലേക്കുള്ള ഒരു ഉപമയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതാ വമൻ അതിലജ, കാലയെ കൂട്ടി അങ്ങ് യാത്ര പുറപ്പെട്ട ബലകൽ മൻസില, പരിയിലെത്തുമല്ലോ. അല, ഇനി അറിയണം, ഇന്ന സിൽഅത്തല്ലാഹി തആല ഗാലിയത്തുൻ, അള്ളാൻ്റെ കയ്യിലുള്ള ചരക്കുണ്ട്, അത് വലിയ വില പിടിച്ചതാണ്. വലിയ വില കൊടുത്താലേ കിട്ടുള്ളൂ. അതെന്താ ചരക്ക്? അല ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന ചരക്ക് ഏതാന്ന്? സ്വർഗമാണ്. അതിന് വലിയ വില കൊടുക്കണം. ആ വിലയാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാലേക്കൂട്ടി തയ്യാറായിക്കുമെന്ന്. അതല്ലേ അള്ളാഹു തആല കച്ചവടം ചെയ്തെന്നൊരായത്തുണ്ടല്ലോ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന തുടങ്ങിയിട്ട് ജന്ന ലഹുമുൽ ജന്ന, മനുഷ്യൻ മോമിനീങ്ങളുടെ വക്കൽ നിന്ന് അവരുടെ തടിയും അവരുടെ മുതലും അള്ളാഹു തആല വിലക്ക് വാങ്ങി സ്വർഗം പകരം തരാമെന്ന് പറഞ്ഞിട്ട്, അത് ഒരു ഉപമയാണ്, കച്ചവടത്തിൻ്റെ ഉപമ. ഇനി അൽ ഹദീസു സാലിസു അൽ ഇശ്റൂൻ, 23-ാമത്തെ ഹദീസിൽ പല വിഷയങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, ബയാനു ഫളലി തഫ്രീജി അനിൽ മുസ്ലിമി, ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അതിൽ നിന്ന് മോചനം ഉണ്ടാക്കി കൊടുക്കുക, അതിനൊരു തുറപിടി. അതുപോലെ വസ്തത്തിരി അലിഹി, അവൻ്റെ അപാകതകൾ, അവൻ്റെ കുറ്റം കുറവെല്ലാം പറഞ്ഞു പരത്താതെ അത് മറച്ചു വെക്കുക. 2, തൈസീരി, അതുപോലെ എളുപ്പം ചെയ്തു കൊടുക്കുക. വൽ ഔനിലഹു, അവന് സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതല്ലേതാണ് മോമിനിങ്ങളുമായുള്ള ബന്ധങ്ങൾ. അടുത്ത് വഫളലി തലബിൽ ഇൽമി വൽ ഇജ്തിമായി അലാ തിലാബത്തി കിതാബില്ലാഹി തആല വ മുദാറസതിഹി, ഇൽമ നേടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടൽ, ഒരു മജ്ലിസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് കൂടൽ. അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യൽ, അത് മുദാറസ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന്? ഒരാൾ അവതരിപ്പിക്കും, മറ്റാൾ കേട്ടിരിക്കും, മറ്റാൾ അവതരിപ്പിക്കും, അയാൾ ഇങ്ങോട്ട് പോയി, നമ്മൾ കണ്ണൂർ സ്റ്റൈൽ എന്ന്, അതാ മുദാറസ. ഇതെല്ലാം ഈ വിഷയത്തിൽ പറയുന്നത്. അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ഒരു മുഅ്മിനായ മനുഷ്യനെ തൊട്ട് ദുന്യാവിലുള്ള ഖുറബ്, കർബ്, മനസ്സിന് ശല്യമുണ്ടാകാൻ ഒരു മനക്ലേശം, അസുഖം, അത് ഒരാൾ ദൂരീകരിച്ചു കൊടുത്തു. അപ്പോൾ മനുഷ്യന്മാർക്ക് എന്തുണ്ട്? അവൻ ഇഖ്തിയാരിയായ പണിയിൽ കൂടി പലതും ചെയ്തു കൊടുക്കാനുണ്ട്. അത് തൗഹീദിനെതിരല്ല. പക്ഷെ എന്ത് ചെയ്യണമെങ്കിലും കിട്ടണമെങ്കിലും അള്ളാൻ്റെ അതില്ലാണ്ട് കിട്ടൂല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഖുർബത്തൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒന്നെന്നാണ് ഇവിടെ അർത്ഥം വെക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ദുന്യാവ് ആഖിറത്തിലേക്ക് ചേർത്താൽ ചെറുത് തന്നെയാണ്. ഇനി മനുഷ്യൻ്റെ പരിധിയിൽപ്പെടുന്ന സാധനങ്ങൾ ചെറുതായിരിക്കും. അപ്പോൾ 2 ജിഹത്തിൽ കൂടി നോക്കിയാൽ ദുന്യാവിൻ്റെ ചെറിയ ഒരു മനക്ലേശം ഒരാൾ ദൂരീകരിച്ച്. എന്നാലോ നഫസല്ലാഹു അന്ന ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള വലിയ ഒരു ഖുർബത്ത് അള്ളാഹു തആല അവൻ തൊട്ട് ദൂരീകരിക്കും. അവിടെ അങ്ങനെ വലിയ എന്നർത്ഥം കിട്ടി, ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നാണ്, അതുപോലെ പരലോകമാണ്. അപ്പോൾ 2 ജിഹത്തിൽ കൂടി വലുതായില്ലേ. അപ്പോൾ ഇവിടെ വെച്ചൊരു നിസ്സാരമായ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ അതിനേക്കാൾ വലിയ, അതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ജസാ കൊടുക്കൽ എന്താണ്? ഇവിടെ തംഫീസുൽ ഖുറബാണ് പ്രശ്നം. അപ്പോൾ അവിടെയും തംഫീസുൽ ഖുറബ്, അതായത് എന്തൊരു അമലാണോ അള്ളാഹ്ക്ക് ചെയ്തത് അതേ വർഗത്തിൽപ്പെട്ട, അതേ അളവല്ല, അതേ വർഗത്തിൽപ്പെട്ട കാര്യമായിരിക്കും അള്ളാഹു തആല കൊടുക്കുക. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു, ഫറജ തഫറജ,
ഇതുണ്ടില്ലേ, ഉദ്കുറൂനി അദ്കുറുക്കും. ഇനി രണ്ടായില്ലേ, അല്ല ഒന്നായി. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിൻ്റെ ഐബുകൾ മറച്ചു വെച്ചു എന്നൊരർത്ഥം. എന്നാൽ സതറഹുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും ഇവൻ്റെ ഐബുകളും അല്ലാഹു തആല മറച്ചു വെക്കും. അത് ഒരർത്ഥമാണ്. മുല്ലാരിൽ ഖാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ നേതാക്കന്മാർ ഒരാൾക്ക് വസ്ത്രം വാങ്ങി കൊടുത്തു എന്ന് അങ്ങനെ അർത്ഥമുണ്ട്. ഒരാൾക്ക് കൊടുക്കാൻ വസ്ത്രമില്ല, അതെ, നേരെ അർത്ഥം വെച്ച്. ഇനി വമ്മൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസമുള്ള ഒരാൾക്ക് എളുപ്പമാക്കി കൊടുത്തു. അങ്ങനെ ഒരു പൈസ വായ്പ വാങ്ങി, ഇപ്പം ഒന്നും എൻ്റെ ഗെയിമില്ല, ഞാൻ വേത്തരേ എന്നിട്ടൊരു ഒരു എളുപ്പം അയാൾക്ക്. എന്നാൽ യസ്സർ അല്ലാഹു അലൈഹി ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവൻ എളുപ്പമാക്കി കൊടുക്കും. അതായത് കണ്ടു, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ അസ്സത്റു ബിസ്സത്രി. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു അബ്ദിനെ സഹായിച്ചു കൊണ്ടേയിരിക്കും, ഔനിലായിരിക്കും. നമ്മൾ പറഞ്ഞില്ല ഔന്, നമുക്ക് കഴിഞ്ഞാഴ്ച പറഞ്ഞു. എപ്പോഴും മാ കാനൽ അബ്ദു, ഈ അബ്ദ് ആകുന്ന കാലത്തോളം ഫീ ഔനി അഖീഹി, അവൻ്റെ സഹോദരൻ്റെ ഔനിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെല്ലാം അള്ളാഹിൻ്റെ പക്കൽ നിന്ന് ഇവനിക്ക് എന്താകും, സഹായം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം എന്തായി, മോമിനീങ്ങളും തമ്മിലുള്ള ഹക്കും കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇനി അടുത്ത് വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇത് അവനെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഷർറില്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മൾ ഉപ്പാനോട് പണ്ടേ മസാല ചെയ്തു. എൻ്റെ അടുത്ത് നൂല് വന്നിരിക്കാനും വെള്ളം വന്നിരിക്കാനൊക്കെ ഹിന്ദുക്കളൊക്കെ വരുന്നുണ്ട്. ഓനെക്കൊണ്ട് മുഅ്മിനീങ്ങൾക്കൊരു ഷർറും ഇല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ തന്നെ വേണം. അത് ഖുർആനിൽ തന്നെ ഇല്ല. ലാ യൻഹാകുമുല്ല, ഏതായിട്ട് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന, ലാസ്റ്റൊന്നുണ്ടല്ലേ അതുകൊണ്ട് കിട്ടിയാ പേജ് പറ. ഇതൊക്കെ ഒന്നും അറിയില്ല. സൂറത്ത് മുംതഹിന. അതല്ലേ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരിക്കും, അല്ലേ, അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം. ലാ യൻഹാകുമിൻ്റെ രണ്ടാം മഫ്ഊലാണിത്, തർക്കീബ്. അല്ലാഹു തആല വിരോധിക്കുന്നില്ല അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളോട് പോരാടാത്ത ആളുകൾ. ഓർങ്ങൻ ജീവിച്ചോട്ട് നിൽക്കാൻ എന്തെങ്കിലും ചെയ്തോട്ടോ, ഒരു ശല്യമില്ല. വലം യുഖ്രിജുകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടി പുറത്താക്കുന്നുമില്ല. ചുരുക്കത്തിൽ ശല്യമൊന്നും ചെയ്യാത്ത എന്താന്ന് പറയുക ഒരാൾ. അവർക്ക് അൻ തബറൂഹും, നിങ്ങൾക്ക് അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കലോ അവരോട് നല്ല നീതിയോടെ പെരുമാറലോ അല്ലാഹു വിരോധിച്ചിട്ടേ ഇല്ല. മാത്രമല്ല ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇനി വിരോധിച്ചതാ പറയുന്നത്, ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീനി. അപ്പം ഇന്നം വിട്ടിട്ട് എന്താക്കി, നഹിയിനെ ഹസറാക്കി. ഇന്നമ്മ എന്ന് വിശാന്തം കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, അടുത്തതിൽ ഹസറാക്കലാണ്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീനി, ദീനിൽ നിങ്ങളോട് പോരാടുന്നു. വ അഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടി പുറത്താക്കുന്നു. വലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി മറ്റുള്ള ആളെ സഹായിച്ചും കൊടുക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഇവരെ വിരോധിക്കും. അതാ ഇന്നമാ യൻഹാകുമുന അൻ തവല്ലൗഹും, അവർ സുഹൃത്തുക്കളാക്കി വക്കലും. അത് മാത്രമാണ് അല്ലാഹു തആല വിരോധിച്ചത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കറക്റ്റാണ്. മുസ്ലിമീങ്ങൾക്ക് ഓനെ കൊണ്ട് ഒരു ഷർറുമില്ല, ഓൻ്റെ പണിയെടുക്കുന്ന ഒന്നുമില്ല, എന്നാൽ എല്ലാം ഉപകാരം ചെയ്ത് കൊടുക്കാം, നീതി പുലർത്തുന്നതാണ്. ഇനി
വമൻ സലക തരീഖൻ, ഒരാൾ ഏതെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അത് ശാരീരികമായ മാർഗമായാലോ, മാർഗത്തിലേക്ക് നടക്കൽ. ഇപ്പം നമ്മൾ അന്ന് വണ്ടിയും പിടിച്ചിട്ട് വന്ന് നീ അപ്പുറത്തുനിന്ന് ഷാർജിയിൽ നിന്നും വന്ന്, ഇത് ഒരു തരീഖാണ്. അല്ലെങ്കിൽ എൽത്തമിച്ചു ഫീഹി ഇൽമൻ, ഇൽമ് തേടാനുള്ള ഒരു മാർഗം തന്നെ അറുമുളയും കിതാബിൽ എടുത്തിട്ട് നിരത്തി വെച്ച്, അല്ലെങ്കിൽ പണ്ട് പഠിച്ചത് ഓർമ്മിച്ച്, അല്ലെങ്കിൽ സദസ്സിരിക്കുമ്പോൾ അറിയുന്ന ആളുണ്ടെങ്കിൽ ചോദിച്ച്, ചുരുക്കത്തിൽ എന്തെങ്കിലും ഒരു ഉപാധി സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. മൊബൈൽ തുറന്നു വെച്ച് ഇങ്ങനെ ആക്കിയാലും മതി, അതൊരു തരീഖാണ്. ആവശ്യം എന്താണ്? എൽത്തമിച്ചു ഫീഹി ഇൽമൻ, ദീനിൽ അംഗീകാരമുള്ള ഒരു ഇൽമിൽ തേടലാണ് അയാളെ ലക്ഷ്യം. അപ്പം 2 മാർഗം ഉണ്ടായ 2 ആയി. എന്നാൽ സഹലല്ലാഹു ലഹു, അള്ളാഹു തആല അവന് എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ബിഹി, ആ പ്രവർത്തനം കാരണത്താൽ തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു തരീഖന്തായി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന വാഗ്ദാനമല്ല ഇത്. ഭാവിയിലേക്കുള്ള വാഗ്ദാനമാണെങ്കിൽ അത് നടക്കും, ഇല്ല നടക്കില്ല എന്ന് പറയാം. ആക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായില്ലേ, അപ്പോൾ അത് സ്വയം ചെയ്യാവുന്നൊരു കാര്യമാണ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി, അല്ലാഹു തആലാൻ്റെ ബൈത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീടിൽ ഒരു കൗമും ഒരുമിച്ച് കൂടിയിട്ടില്ല. അപ്പോൾ ബുയൂത്തില്ലാഹി എന്ന് പറഞ്ഞാൽ നേർക്കുന്നതിന് പറഞ്ഞാൽ പള്ളിയാണ്. അപ്പോൾ ഇവിടെ പള്ളി സൗകര്യം ഉണ്ടാകുമോ? അതിനാടെ ബുയൂത്തുല്ലാഹിക്ക് ഷറഹ് എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു പൊരുത്തപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ റൂമോ വലിയ മരുഭൂമിയോ എന്തെങ്കിലും സ്ഥലം തയ്യാറാക്കിയാൽ അതിനെന്താ പറയുക? ഇത് കാരണത്താൽ ബൈത്തുല്ലാഹി എന്ന് പറയാം. ഇതൊരു ബൈത്തുള്ളയാണ്. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ആവശ്യത്തിന് സ്ഥാപിക്കപ്പെട്ടതാണ്, പക്ഷെ ഇപ്പം ബൈത്തുള്ളയാണ്. അതിന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലോ, തണ്ടാസി കയറുമ്പോഴത്തേക്കാലം വെക്കണോ മിനൽ ഹുമസി വൽ ഖബായിസി കാബന്നത്തോടെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ മൈതാനിലാണെങ്കിൽ അവിടെ കലോക്കാനുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാകും. ഇദ്ദേഹം പറഞ്ഞത് ആടെ ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കലോടുകൂടി എന്തായി, അത് അതിനുള്ളൊരു സുസജ്ജമായ സ്ഥലമായതുകൊണ്ട് മറ്റേതിൻ്റെ ഹുക്മ തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഇജ്തിമായ തന്നെ ഇത് നമുക്ക് തന്നെയാണ് പറഞ്ഞത്, അല്ലാഹു തആല പറഞ്ഞത്. വേറെ ആർക്കോ ഉണ്ടെന്നല്ല അവൻ പറയുന്നത്. എന്താണ് അവർ ആവശ്യം? യത്ലൂന കിതാബല്ലാഹി, അള്ളാഹിൻ്റെ കിതാബ് അവർ ഓതുന്നു. വതദാറസൂനഹു ബൈനഹും, എന്നിട്ട് അതിൻ്റെ ആശയം എന്താക്കുന്നു? ദർസാക്കുന്നു. അള്ളാഹ് ഇന്നതാ പറഞ്ഞത്, അള്ളാഹ് ഇന്നതാ വിരോധിച്ചത്, ഇത് അള്ളാഹുവിൻ്റെ ദാത്തിനെ പറ്റിയാണ്, അല്ല സിഫാത്തിനെ പറ്റിയാണ്, നബിതങ്ങളെ പറ്റിയാണ്, ഇങ്ങനെ പല സബ്ജക്റ്റ് ഉണ്ടല്ലോ. ആ സബ്ജക്റ്റ് ദർസാക്കി. എന്നാൽ 4 കാര്യം കിട്ടാണ്ട് ഓറ് പോകില്ല എന്നാണ്. 1, ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, സക്കീനത്ത് ഇറങ്ങാതിരിക്കില്ല. നസലത്ത് മതി മാത്രമല്ല മാവയിലിട്ടിട്ടാണ് പറയുന്നത്. എങ്ങനെ? ഇല്ലാതെ. അതായത് ഒരാൾ പറയുന്നത് ഞാൻ ഈ ചായ കുടിച്ചിട്ടല്ലാണ്ട് പുറത്തു പോകില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാര്യമുണ്ട്. ഒന്നേതാന്ന്? അല്ല, ചായ കുടിക്കൽ, പിന്നെ പുറത്തു പോക്ക്. ഏതാദ്യം നടക്കും? ചായ കുടിച്ചിട്ടല്ലാതെ പുറത്ത് പോകില്ല എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചിട്ട് പോകും എന്നല്ല പറഞ്ഞത്, അല്ലാതെ പോകില്ല. ആ ശൈലിയാണ് മജ്തമഅ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടലുമുണ്ട് ഇവരുടെ വക്കൽ നിന്ന്, അള്ളാഹിൻ്റെ വക്കൽ നിന്നുള്ള സക്കീനത്ത് ഇറങ്ങലുമുണ്ട്. അപ്പോൾ സക്കീനത്ത് ഇറങ്ങിയിട്ടല്ലാതെ ഒരുമിച്ച് കൂടലില്ല. സക്കീനത്ത് നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആദ്യം തന്നെ ഇറക്കി വെച്ച് എല്ലാം റെഡിയായിട്ട്, അല്ല നുസുലമിൻ ഗഫൂറിർ റഹീം, ബയ്യ റക്കമായി തരാണ്ട് നളക്കണേന്ന് പറഞ്ഞ മാതിരിയല്ല ഇത്. 2 ഏതാണ്? വഹശിയത്തുഹുമുർ റഹ്മ, റഹ്മത്ത് അവർ മൂടിയിട്ടല്ലാതെ. ഹഷിയ എന്ന് പറഞ്ഞാൽ ആരെയും ഒഴിവാക്കാതെ മൂടലാണ്. വഹഷിയഹും മിനൽ യമ്മി മാ ഹഷിയഹും, ഫിറഔന് ആകെ മുങ്ങിയില്ലേ, അവൻ്റെ ഒരു അവയവം പോലും പുറത്തില്ലാതെ കണ്ട് കടലിൽ മുങ്ങി. ഇതാ ഹഷിയ. അപ്പം റഹ്മത്ത് ഇവൻ്റെ ഒരു ഭാഗവും ഒഴിവാക്കാതെ, ആരെയും ഒഴിവാക്കാതെ എന്താക്കി? മൂടി. അപ്പോൾ വേറൊരു ആവശ്യത്തിൻ്റെ വന്നാളായാലും ഓഹരി കിട്ടും. ഓട്ടോറിക്ഷയിൽ മംഗലപ്പുരക്കുണ്ടാക്കിയപ്പോൾ അപ്പോൾ ഡ്രൈവർ മംഗലത്തിന് ക്ഷണിച്ചിനാ, പക്ഷെ എന്നാലും ചവിടിച്ചിട്ട് വയ്ക്കുമെന്ന് പറയും. 2 വഹഫത്തുഹുമുൽ മലായിക്ക, അള്ളാഹുവിൻ്റെ പ്രത്യേക മലായിക്കത്തുകൾ അവർ ആകെ വലയം ചെയ്യും.
വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതരായ മലായിക്കത്തുണ്ട്. അതായത് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം അവർക്ക് പണിയൊന്നുമില്ല, അവർ ഉന്നതരായിട്ട് ഇബാദത്തിൽ കഴിയില്ല. മലായിക്കത്ത് ചില മലക്കുകൾ നേരത്തെ ഹപ്പാന്നിവിടെ പറഞ്ഞു വെച്ചു, സദസ്സിൽ വരും, ആ ഇൽമിന് ചർച്ചക്കാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. മറ്റേതോ ഫീമൻ ഇൻദഹു ഇറങ്ങലില്ല. അവരോടെന്താക്കും, ആ മജ്‌ലിസ് നോക്കിയിട്ട് എന്താ പണി നോക്കിയാൽ ഒരു കിട്ടിയ സമയം മുതലാക്കിയിട്ട് ഒരു ഖുർആൻ ഓതിയില്ലേ, അത് അതിൻ്റെ അർത്ഥം ചിന്തിച്ചില്ലേ, അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് മലായിക്കത്തിനോട് അള്ളാഹു തആല എന്താക്കും, അവരെ പറ്റി പുകഴ്ത്തി പറയുന്ന പറഞ്ഞു. ഇത് വലിയ പ്രസിദ്ധമായ ഹദീസാണിത്. എന്നിട്ട് അവസാനമായി പറഞ്ഞ് നമ്മളിത് കൂടുതൽ വിശദീകരിക്കാൻ നിങ്ങൾ പോയതാന്ന്. വമൻ ബത്തഅ ബിഹി അമലുഹു, ഒരാളെ അമലിൻ്റെ സ്പീഡ് കുറഞ്ഞു പോയിന്നു. അതായത് അമൽ എന്നുള്ളതൊരു വാഹനമായി സങ്കല്പിച്ചിട്ടാണ് തങ്ങൾ ഉപമ അറിയുന്നത്. വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു പോയി. എന്നാൽ ലം യുസ്രി ബിഹി നസബുഹു, അവൻ്റെ തറവാട് മഹിമ സ്പീഡ് കൂട്ടൂല എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ തങ്ക ആള്, ഞാൻ ഉന്നത കുലജാതനാണ്, ഞാൻ വലിയ ആലിമീൻ്റെ കുടുംബത്തിലാണ്, കാതേന അതൊന്നും ഇവിടെ പറയേണ്ട. അമലിൻ്റെ ബൈക്ക് പഞ്ചറായാൽ യാത്ര മുടങ്ങും. അവിടെ തങ്ങളെ പോലീസ് പറഞ്ഞുകൊണ്ട് എന്താവില്ല, അതുകൊണ്ട് കിട്ടേണ്ട കാര്യം. തങ്ങൾക്ക് വേറെ പോലീസ് ഉണ്ട്, അത് വേറെ, അത് നമുക്ക് കഴിഞ്ഞ പറഞ്ഞില്ലേ. 100 തങ്ങളല്ലാത്ത ആലിമകൾ കൂടിയാലും ജാഹിലായൊരു തങ്ങളുണ്ടായ തങ്ങൾക്ക് പോലീസാന്ന് നമുക്ക് കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. അത് മറ്റൊരു പോലീസാണ്. അമൽ കൊണ്ടാണ് സഞ്ചാരം. അമലാകുന്ന വണ്ടി എന്തായി, റോട്ടുമ്മ ബാക്കിയായി, സ്റ്റോപ്പായി. എന്നാൽ കുടുംബ മഹിമ പറഞ്ഞിട്ട് അവനെ സ്പീഡ് കൂട്ടൂല. സക്കീനത്തിന് സക്കന എന്ന് പറഞ്ഞ വാക്കെന്തെന്നാ പിടിച്ചത്, സീനെ കാഫി. നമ്മൾ എത്രയോ ചർച്ച ചെയ്ത് ചർവിത ചർവണമെന്നിനി. സീനെ കാഫ് നൂന് എന്ന് എന്താ അർത്ഥം, ഇളകുന്ന സാധനം അടങ്ങലാണ്. ഇതിനെപ്പറ്റി കുറേ വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട്. ചില വാതിലെല്ലാം 3-4 മണിക്കൂറൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റിയിട്ട്. ഇളകുന്ന സാധനം അടങ്ങലാണ്. ഈഞ്ഞശ യുസ്കിനിദ്ദീഹ, കാറ്റിൻ്റെ സഞ്ചാരം എന്താക്കും, അല്ലാഹു തആല നിശ്ചലമാക്കും. അവിടെ കണ്ട രീഹ് കാറ്റിങ്ങനെ അടിക്കലാണ്. ആ അടിക്കുന്ന കാറ്റ് എന്താക്കി, യുസ്കിനിദ്ദീഹ. അപ്പോൾ കപ്പലോടൂല. പഴയകാലത്ത് പായക്കപ്പലോടഞ്ഞ് കാറ്റടിക്കുമ്പോൾ അല്ലേ. അതുപോലെ ചലിക്കുന്ന സാധനങ്ങൾ അടങ്ങലാണ് സക്കനാണ്. അതിൽ നിന്നാണ് ഏത് പിടിച്ചിരിക്കുന്നത്, സക്കീനത്ത് എന്ന ലഫ്ള് പിടിക്കുന്നു. അപ്പോൾ മനുഷ്യനിൽ എന്തോ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനമുണ്ട്. എങ്ങനെ ശാന്തമായാലും ഒന്നേതാന്ന് ശരീരത്തിൽ ഈ നാഡി ഇപ്പം നിങ്ങൾ എത്ര പിടിച്ചമർത്തിയാലും എന്ത് വേണ്ടെന്ന് വെച്ചാൽ എല്ലാം അടങ്ങിക്കഴിഞ്ഞാലും ഇത് മരം പോലെ കടന്നു കഴിഞ്ഞാൽ എന്താക്കും, ഇതിങ്ങനെ അടിച്ചുകൊടുക്കുന്നുണ്ടാവും. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനങ്ങൾ എപ്പോൾ ഉണ്ടാവും, ചലിക്കുന്നതാണ്. ഹാർട്ട് ബീറ്റും ഉണ്ടാവും. ഇതൊക്കെ അത് ശാരീരികമാണ്. മറ്റൊന്നോ കൽബിലുണ്ടാകുന്ന അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും, ഇങ്ങനെ അലടിക്കും, അടങ്ങുന്ന പ്രശ്നമില്ല. അതല്ലേ. അപ്പം ഈ സക്കീനത്തോറ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇവിടെ അലൈഹിംനേ പറഞ്ഞിട്ടുള്ളൂ. ആയത്ത് പരിശോധിക്കണം. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ കൽബിലാ സക്കീനത്ത് ഇറങ്ങിയത്. അപ്പോൾ ഇതിവിടെ ഇറക്കിയാലോ, ഇല്ലാ നസലത്ത് അലാ ഖുലൂബിഹിമുസ് സക്കീന. അപ്പോൾ കൽബിൽ വിവിധങ്ങളായ പ്രസംഗങ്ങൾക്ക് അലയടിച്ചു കൊണ്ടിരിക്കുന്നതിനൊക്കെ അടക്കം കൊടുക്കുന്ന എന്താണോ വേണ്ടത് അത് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നു. ഖുർആൻ എത്രയോ ഉണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എവിടെ ഉണ്ട്, 6 സൗറിലുണ്ട്. ശത്രുക്കൾ വന്നിട്ട് പരുതി എല്ലാ ഭാഗവും നോക്കി താലോട്ട് നോക്കിയാൽ 2 ആളെയും കിട്ടും. ഇങ്ങനെ നമുക്കുണ്ടോ. സിദ്ദീഖ് തങ്ങൾക്ക് ഭയങ്കരമായ പേടിയായി. തങ്ങളോടെന്ന് പറഞ്ഞാൽ എന്താ സിദ്ദീഖ്, മഹാബാലിസിനെ അല്ലാഹു സാലിസുഹുമ, നമ്മൾ 2 ആൾ, മൂന്നാമത്തവൻ അള്ളാഹു ഉണ്ടാകുമ്പോൾ എന്താ ഇങ്ങനെ ഈ വാക്കുകൊണ്ട് എന്താക്കി സിദ്ദീഖ് തങ്ങൾക്ക് സക്കീനത്തിറക്കിയെന്നാണ് പറഞ്ഞത്. സക്കീനത്തിറക്കലോടുകൂടി പേടി അങ്ങ് പോയി. അവിടെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ളത് ഹുനൈൻ യുദ്ധത്തിലെടുത്ത് നോക്കുക. അവിടെയുമാണ് അൻസലല്ലാഹു സക്കീനത്തിറക്കി.
ഒരൊട്ടകത്തിനെ കറക്കേണ്ട സമയം പോലും യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അസഹാബിമാർ. അതാണ് തോൽവി എന്നല്ല, അസഹാബിമാരിൽ കൂടി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന സാമ്പിളുകളാണ്. മോഡൽ ക്ലാസ് എന്ന് പറയുന്നില്ലേ, നബി അസഹാബിമാർ ഉപയോഗിച്ചെന്താക്കുമോ ദീനിൽ വേണ്ട കാര്യമെല്ലാം അള്ളാഹു താല ഇങ്ങനെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തരുന്നു. ബദർ യുദ്ധത്തിൽ ഉള്ള അള്ളേനല്ലേ ഇവിടെയുള്ളത്, ഹുനൈൻ യുദ്ധം എന്താ വയവുമ ഹുനൈനി. പക്ഷേ അവിടെ ഒരു ചെറിയ എന്താണ്, ബദർ യുദ്ധത്തിൽ ആള് കുറവാണ്. ഇവിടെ എന്താക്കി ശത്രുക്കളുടെ 3 ഇരട്ടി എണ്ണം മോമിനിയങ്ങൾ സ്ഥലത്തുണ്ട്. അപ്പം ആള് കുറഞ്ഞത് കൊണ്ട് നമ്മൾ തൊക്കൂല എന്നാരോ പറഞ്ഞിട്ടാണ്. എന്നാൽ പിന്നെ ആൾബലം കൊണ്ട് ജയിക്കട്ടെ കാണിച്ചു തരാമെന്നുണ്ടെന്താക്കി അള്ള തൽക്കാലം സ്റ്റോപ്പാക്കി. നിങ്ങളെ ആൾബലം കൊണ്ട് നിങ്ങൾ ഓക്കുകൊണ്ട് ജയിക്കുന്ന കാണട്ടെ എന്ന്. ഒരൊട്ടകത്തിനെ കറക്കേണ്ട സമയം പോലെ ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചേക്കാൻ കഴിയേണ്ട ഓടി സുമ വല്ലത്തും മുതുപിരി. അബ്ബാസ് റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു, അള്ളാഹ് റസൂലും പെട്ട് നിങ്ങൾ എവിടത്തേക്കാ പായാൻ കണ്ടിണ്, 8 കിലോമീറ്റർ ദൂരത്ത് മൂപ്പർ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നടഞ്ഞുകൂടി. അവിടെ കണ്ട ഫാൻസലല്ലാഹു സക്കീനത്ത് ഇറക്കിയപ്പോൾ എന്തായി, പേടിയും മാറി, യുദ്ധം ജയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ പ്രശ്നം കിടക്കുന്നത്, നമ്മളെ കഴിവ് കൊണ്ട് നമ്മളെ ഹൗല് കൊണ്ട് കൂപ്പത്ത് കൊണ്ട് സംഗതി നടക്കുമെന്ന് ആർക്കോ തോന്നിയാലുണ്ടാകുന്ന ഭവിഷ്യത്താണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അസഹാബിമാരെ സൃഷ്ടിക്കുന്നില്ല, അവർ തെറ്റിയതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളിലാണ് അള്ളാഹു സക്കീനത്ത് നിർദ്ദേശിക്കുന്നത്. റവാഹ് മുസ്ലിം വസ്ഹാബു സുനനാണ്. ഇമാം മുസ്ലിമും തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസിൻ്റെ നേതാക്കന്മാർ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ഫീ ബയാന് 24 ഫീ ബയാനി വുജൂഹി മസ്ഊലിയത്തിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അബ്ദിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല എല്ലാം ചോദ്യം ചെയ്യുന്നവർ. അൻ അബീ ബർസത്തൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമാ അബ്ദിൻ. ഒരബദിൻ്റെ 2 കാല് നീങ്ങൂല. അതൊന്നും ഇപ്പം ചോദ്യം ചെയ്യുക, ഉത്തരം കിട്ടിയിട്ടില്ലാണ്ട് വെച്ച കാലം മാറ്റാൻ വെക്കാൻ പാടില്ല. ഹത്താ യുസ്അലൻ 40 4 കാലം ചോദിച്ചപ്പോഴാണ്. 1 അൻ ഉംരിഹി ഫീമാ അഫ്നാ, ഇത്ര കൊല്ലം ആയുഷ്കാലം നീ ജീവിച്ചിട്ടുണ്ട്, ഇത്ര കാലവും വായു ശ്വസിച്ചിട്ടുണ്ട്, ഇത്ര കാലം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇത്ര കാലം വെള്ളം കുടിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ട്, ഈ ജീവിതം എന്തിൽ ചിലവാക്കി, അതിൻ്റെ കണക്ക് പറയാം. ഫിമാ അഫ്നാഹു, ഈ തടി എന്തിലാണ് ചിലവഴിച്ച് തീർന്നത്. വഅൻ ഇൽമിഹി മാ അമില ബിഹി, ഇൽമ് തന്നിട്ടുണ്ട്, അതിൽ എന്ത് അമൽ ചെയ്തു. ഇതാണ് 2ാമത്തെ ചോദ്യം. 3ാമത്തത് വഅൻ മാലിഹി, മുതലിനെ കുറിച്ചാണ്. മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, ഏത് മാർഗത്തിൽ കൂടി അത് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ ചിലവാക്കി. അത് 2ഉം കൂടി ഒന്നാണ്. വഅൻ ജിസ്മിഹി ഫീമ അബിലാഹു, ശരീരം എന്തിലാണ് നുരുമ്പി തീർന്നത്. ഇവൻ്റെ ആരോഗ്യം എന്തൊക്കെ ഉണ്ടല്ലോ, തലവേർത്തിട്ടാണിങ്ങനെ. അപ്പോൾ 4 ആണെങ്കിലും ഉംരിഹി ഫീമാ അഫ്നാ, വഅൻ ഇൽമിഹി മാ അമില ബിഹി, വഅൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീമാ അൻഫഖഹു. അത് വേറെ പറഞ്ഞാൽ വഅൻ ജിസ്മിഹി ഫീമാ അബിലാഹു 5ാമത്തെ കാര്യമായിട്ട് വരുന്നുണ്ട്. അതെ, എങ്ങനെ സമ്പാദിച്ചു, എന്തിൽ ചിലവാക്കി, അതിൻ്റെ വരവ് ചെലവ്. വഖാല ഹദീസ് തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ, അതാ യോഗ്യമായ ഹദീസാണെന്ന് പറയും സർട്ടിഫിക്കറ്റും ചെയ്തു. വറവാഹുൽ ബസ്സാറു വൽ ബൈഹഖി വത്തബറാനി ബിസ്നാദിൻ സഹീഹിൻ, കണ്ടാ സഹീഹായ ഇസ്നാദോടുകൂടി അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസൂല ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. അദ്ദേഹത്തെ പറഞ്ഞത് തന്നെ. ഹത്താ യുസ്അല അൻ 4 ഖിസാലിൻ, 4 കാലം ചോദിച്ചപ്പെടാത്ത കാലത്തോളം വെച്ച കാലം മാറ്റിവെക്കാൻ പറ്റൂല എന്നാണ്. അൻ ഉംരിഹി ഫീമാ അഫ്നാ, അത് 1ാമത്തെ തന്നെ അല്ലേ.
വഅൻ ശബാബിഹി ഫീമാ അബ്ല, യുവത്വം എന്തിൽ ചിലവാക്കിയെന്ന. അപ്പം അത് നേരത്തെ പറയാത്തതാണ്. യുവത്വത്തിലാണല്ലോ ഇവന് കാട് കയറില്ലേ, ആ യുവത്വം എന്തിൽ ചിലവാക്കിയെന്ന് പ്രത്യേകമായി ചോദിക്കുന്നതാണ്. അപ്പം അതാണ് ഈ ഹദീസിൽ അധികമുള്ളത്. വഅൻ മാലിഹി മിൻ അൻ ഇക്തസബഹു ഫീമാ അൻഫഖഹു നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വഅൻ ഇൽമിഹി മാദാ അമില ഫീഹി നേരത്തെ പറഞ്ഞില്ല. അപ്പം ഈ ഷബാബിഹി ഫീമ അഫ്ന അബ്ലാഹു എന്ന് പറഞ്ഞത് വരുത്താനാണ് ഇത് രണ്ടാമത്തെ വിഭാഗത്തിൽ. ഇനി അൽ ഹദീസുൽ ഖാമിസ് വൽ ഇശ്റൂൻ 25-ാമത്തെ ഹദീസ്. ഇത് തിരിച്ചോക്കുന്ന അടുത്തും എവിടെയാണ്? ഖുതുബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹുല്ലു ഫിഹാ അല തമസ്സുക് ബി കിതാബില്ലാഹി തആല വൽ ഇഹ്തിദാഇ ബി ഹദിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഒരു ഖുതുബ, ഒരു പ്രസംഗം, അതിൽ പ്രേരിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിച്ചുകൊള്ളണം, കിതാബിൻ്റെ നിർദ്ദേശം. രണ്ടാമത്തതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ എന്ന് പറഞ്ഞാൽ സുന്നത്ത്. സുന്നത്ത് ഫർളിൻ്റെ എതിരുള്ള സുന്നത്ത് എന്ന അർത്ഥത്തിനല്ല, തങ്ങളുടെ ജീവിത രീതി മൊത്തം. അതിൽ ഫർളും ആവാം, സുന്നത്തും ആവാം, മുബാഹും ആകാം, ആദത്തും ആകാം, ഇബാദത്തും ആകാം, എന്തും ആകാം. അതാണ് ഹദീയ്. عن جابر رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا خطب ഇഹ്മറത്ത് ഐനാഹു. തങ്ങൾ ഗൗരവകരമായ ചില പ്രശ്നങ്ങൾ ഖുതുബ അവതരിപ്പിക്കുമെന്താകും, തങ്ങളെ ആ അവസ്ഥയിൽ തന്നെ മാറ്റം കാണും, കണ്ണ് ചുവക്കും. വ അലാ സൗത്തുഹു, ശബ്ദം ഉയരും. വസ്തദ്ദ ഖലബുഹു, കോപം കഠിനമാകും. എന്നുവെച്ചാൽ അതുകൊണ്ട് ആരെയും ആക്രമിക്കുന്നല്ല ഇതിൻ്റെ അർത്ഥം, അത്രയും ഗൗരവ സ്വഭാവം. ഏതുപോലെ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു പട്ടാളം വന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ പറ്റി താക്കീത് അറിയിക്കുന്ന ശൈലിയായിരിക്കും ഉണ്ടാകുക. ഒരു പട്ടാളം വന്നിട്ട് കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുമ്പോൾ താക്കീത് കൊടുക്കുന്നത് എങ്ങനെയാണ്? യഖൂൽ, അതാ അമ്മാ ബഅദു, അപാദ്യം തങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആ ഹാലായി വെച്ചത്. ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് എന്ന് പറഞ്ഞു. വാർത്തകളിലെ ഏറ്റവും സത്യമായത് അള്ളാഹുവിൻ്റെ കിതാബാകുന്നു എന്ന് പറഞ്ഞു. എന്താ ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ? വാർത്തക്കളുടെ ഒരു അതിൻ്റെ രണ്ട് വിശേഷണമാണ്. ഒന്നേത് സിദ്ഖ്, മറ്റൊന്ന് ഹക്ക്. അതായത് ഇതൊരു സംഭവമാണ്. അതിനെപ്പറ്റി ഉള്ളാനുള്ളതുപോലെ വളക്കാതെ തിരിക്കാതെ ഏറ്റാതെ കുറക്കാതെ ഉള്ളാനുള്ളതുപോലെ അവതരിപ്പിച്ചാലുള്ള ഈ വാർത്ത ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി പറഞ്ഞ വാർത്ത സിദ്ഖാണ്. അപ്പോഴാണ് ഈ വാർത്തക്ക് സിദ്ഖ് എന്ന് അർത്ഥം കിട്ടിയത്. അപ്പം നമ്മുടെ സംസാരം എന്താകല് ഈ സംഗതിയോട്, സംഭവത്തിനോട് യോജിക്കല്. ഇനെന്താകുന്നത്, ഈ വാർത്തയിൽ നിന്ന് സംഭവം അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വാർത്തയെ പറഞ്ഞതുപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതപ്പോൾ ഹക്കായി. ഒന്നിങ്ങൊന്നും ഇങ്ങോട്ടും. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഇന്ന് സംഭവിക്കുമെന്നാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല. ഹദീസ് അവിടെ പഠിച്ചു വെച്ചിട്ട് എന്താക്കുക, ഖിയാമത്ത് നാളെ കൊത്തു നോക്കിയാൽ അത് ഹക്കാൻ തിരിയുന്നു. പറഞ്ഞത് ശരിയാണല്ലോ. ഇപ്പം പറഞ്ഞതൊപ്പിച്ചേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിദ്ഖ് പോയി. അപ്പോൾ ഖുർആൻ എന്താക്കിയിട്ടാണ് നമുക്ക് ഒരുപാട് വാർത്തകളെക്കുറിച്ച് പറഞ്ഞാൽ അതൊന്ന് മുഴുവനും സത്യമായിരിക്കും എന്ന്. സിദ്ഖും ഹക്കും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി വ ഇന്ന അഫ്ദലൽ ഹദിയു സയ്യിദുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവചര്യ അതിൽ നിന്ന് ഏറ്റവും അഫ്ദലായത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയാണ്. അതെന്താക്കി വസ്ത്രധാരണം പെട്ടു, സ്വഭാവം പെട്ടു, തിന്നലുട്ട് പക്ഷേ ആദത്തും പെട്ട് ഇബാദത്തും പെട്ട് എല്ലാം അതിൽ പെട്ട് കഴിഞ്ഞു. ഹദിയ എന്ന് പറഞ്ഞ സാധനം ഉദാന്നല്ല ഹദിയ. വശർറൽ ഉമൂരി മുഹദസാത്തുഹ, ദീനിൽ കെട്ടിയുണ്ടാക്കിയ പുതിയ ഓരോ ആശയങ്ങളുണ്ടല്ലോ, ഇതാണ് ഉമ്മൂറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഷർറ്. ആ ദീനാകെ വടക്കാക്കി. വക്കുല്ലു മുഹദസത്തിൻ ബിദ്അ, നേരത്തെ മുഹദസാത്ത് പറഞ്ഞില്ലേ. അപ്പം ദീനിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബിദ്അത്തായി. വക്കുല്ലു ബിദ്അത്തിൻ ദലാല, അത് ആ ബിദ്അത്താണെങ്കിലോ ദലാലത്തുമാണ്.
വക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തും ഒറ്റയ്ക്ക് പോകും, നരകത്തിലേക്കും പോകും. എന്നിട്ടോ ആതത്തുക്കുമുസ്സാഅതു ബഗ്ത, ഖിയാമത്ത് നാൾ ഓർക്കാപ്പുറത്താ വരിക. ഖിയാമത്ത് നാളിൽ ഖുർആനിൽ പറഞ്ഞില്ലേ, തഖുദുഹും വഹും യഖ്സിമൂൻ, അവർ പരസ്പരം വിലപേശുന്നു, കച്ചവടം ചെയ്യുന്നു, അതാക്കുന്നു ഇതാക്കുന്നു, ഇതിനിടയിലാണ് എന്താക്കുന്നത്, ഖിയാമത്ത് നാൾ പെട്ടെന്ന് യഖ്സിമൂൻ വലാ യസ്തതീഊന തൗസിയത്തൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, വന്നാക്ക് പിറകേക്ക് തിരിച്ചു പോക്കില്ല, എന്തെങ്കിലും പറയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് പറയാൻ നേരവുമില്ല, അപ്പോഴൊക്കെ അന്നാളായി കഴിഞ്ഞു. എൻ്റെ തഫ്സീരിൽ കാണാം, കുടിക്കാൻ വേണ്ടി ആൾ കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ വയലേക്ക് എത്തിയിട്ടില്ല, അപ്പോഴൊക്കെ യമന്നാൾ ഉണ്ടായി കഴിഞ്ഞു. കറന്നെടുത്ത പാല് കച്ചവടം പറഞ്ഞ് ഞാൻ ഇത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പോഴേക്ക് സംഗതി നടന്നു. ലാ തഅ്തീകും ഇല്ലാ ബഗ്ത, യമന്നാളെ പറ്റി ചോദിച്ചെന്താ പറഞ്ഞു, കുറേ മറുപടി കൊണ്ടില്ലേ ഇടയെന്ന്. ആറാഫിൻ്റെ ലാസ്റ്റ് അങ്ങെടുത്തിട്ട് يسألونك عن الساعة പേജ് പറ. 174 പേജ്. 187 ഇതല്ലേ കിട്ടി. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي എടാ لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. ഖിയാമത്ത് നാളിനെ കുറിച്ച് അവർ വന്ന് ചോദിക്കും, അതെന്താണ് സംഭവം എന്നല്ലോ ചോദിക്കുന്നത്, അതിൻ്റെ കറക്റ്റ് ഡേറ്റാ ഒരു ചോദ്യം. ഖിയാമത്ത് നാളെന്ന് ലോകം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്, അന്ന് ഇന്ന് അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് അയ്യാന മുർസാഹ. അപ്പോൾ എന്താ പറഞ്ഞേ, കൊൽ തങ്ങൾ കൊടുക്കേണ്ട മറുപടി ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിൻ്റെ ഇൽമ അല്ലാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. കണ്ടാ, ലാ യുജല്ലിഹ ലിവഖതിഹ ഇല്ലാഹു, അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് വെളിപ്പെടുത്തൽ അല്ലാഹു അല്ലാതെ വേറെ ആരും കൈകാര്യം ചെയ്യൂല. രണ്ടായില്ലേ, സഖുലത്ത് ഫി സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കും അത് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരമേറിയ വിഷയമാണത്, അല്ല പൊളിഞ്ഞ് തകരല്ലേ ഇന്ന്. ലാ തഅ്തീകും ഇല്ലാ ബഗ്ത, കണ്ടാ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക, കുറേശ്ശം ഭാഗികമായിട്ടല്ല. പിന്നെയും ചോദിക്കുന്നത് യസ്അലൂക അന്നക ഫീൻ ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദ, നേരത്തെ പറഞ്ഞില്ലേ, ഇൻദ റബ്ബി നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ കറക്റ്റ് ഡേറ്റ് അല്ലാഹുവിൻ്റെ അടുക്കലാന്ന്, പിന്നെ വേണ്ടാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം തങ്ങൾക്കറിയോ ഇല്ലയോ എന്നല്ല ഇവിടെ ചർച്ച. തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തുകൊണ്ട് തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അറിഞ്ഞെല്ലാം പറയാനുള്ളതാ. അതെ, അറിഞ്ഞെല്ലാം പറയാനുള്ളതല്ലല്ലോ. പരീക്ഷ കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ പരീക്ഷകന്മാർക്ക് അറിഞ്ഞൂടെ? കുട്ടികളെ പോയി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമോ? നാളെ സാറേ നാളത്തെ ക്വസ്റ്റ്യൻ എന്തെല്ലാമെന്നൊന്ന് പറഞ്ഞു തന്നിട്ടെ, പിന്നെ അതിന് പരീക്ഷ വേണം. ഇന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നില്ലേ? അപ്പോൾ ഖിയാമത്ത് ഡേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത് കൊണ്ട് നബി അള്ളയായി പോകുന്ന അവർക്ക് പേടി. അപ്പോൾ ഖിയാമത്ത് ഡേറ്റ് അറിയില്ല, അള്ളയും മഖ്ലൂക്കും തമ്മിലുള്ള വ്യത്യാസം അല്ല. അപ്പം അള്ളാഹും അള്ളാഹു അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും ഇന്നതറിയോ ഇന്നതറിയില്ലേ എന്ന് പടച്ചോനാന്ന് തോന്നിപ്പോകുന്നതായിട്ടാന്ന് പോലും. 100 കുറ്റം ചെയ്യുന്ന എന്തിനാന്ന് പോലും എല്ലാം ഞാൻ അള്ളയാന്ന് തോന്നിക്കളയുന്നു. ഈ വേറെ തലച്ചോറിൽ എന്താ ഉള്ളത്? അപ്പം അത്തതുക്കും ഓർക്കാ പുറത്ത് ഖിയാമത്ത് നാളെ വന്നിരിക്കുന്നു. അതിനാ വന്നിരിക്കുന്നു വരൂന്നല്ല പറഞ്ഞ്, ഇതാ വന്നിട്ടുണ്ട്. കാരണം ഇപ്പറയുന്ന സമയത്തും വരാമല്ലോ. ഇനിയോ ബുഇസ്തു അന വസാത്തു ഹാക്കഥ എന്ന് കാണിച്ച് ഖിയാമത്ത് നാളും
ആ ദിവസവും ഞാനും ഇപ്രകാരമാണെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ഇനി വേറൊരു ഉമ്മത്തോ വേറൊരു നബിയോ ഒന്നും വരാനില്ല. അപ്പം ഞാൻ അവസാനത്തെ നബിയാണ്, എൻ്റെതോടുകൂടി എന്താ ഈ ലോകം അവസാനിച്ചു. അത് കാണിക്കാൻ എന്താക്കിയ ബോയിസ്വാന വസ്താത്തു ഹാക്കഥ. ഖിയാമത്ത് നാളും ഞാനും തമ്മിൽ ഇങ്ങനെയാണ്. ഇവിടെ കസ്തല്ലാനി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആംഗിൾ അളന്നു പോലും. ഈ ആംഗിളിൻ്റെ റേഷ്യോ പരിശോധിച്ചിട്ട് ഇത്ര കൊല്ലം ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുന്നത് കസ്തല്ലാനിയിലുണ്ട്. ഈ ഹദീസ് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പക്കം രണ്ട് രേഖ കൂടിയിട്ട് ഇവിടെ സന്ധിക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഒന്നുമില്ലേ. ഈ ആംഗിൾ തമ്മിൽ എന്താ ഇവിടെ ചെറുതായി ഇങ്ങോട്ട് വലുതായിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ റേഷ്യോ പരിശോധിക്കുക. എന്നിട്ടോ സബ്ബഹത്തുക്കും മുസ്സാഅത്തു മസ്സത്തുക്കും, അതാ ഖിയാമത്ത് നാൾ രാവിലെയും വരാം വൈകുന്നേരവും വരാമെന്നാണ്. ഇന്ന സമയത്താണ് കാത്തിരിപ്പില്ല, ഒന്നിക്ക് രാവിലെ ആവാം അല്ലെങ്കിൽ വൈകുന്നേരം. വലാസ്തത്തിയുന തൗസിയത്തൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പുരയിലേക്ക് മടങ്ങാങ്ങിന്നില്ല. ഞാൻ വേഗം വരെ പാല് വാങ്ങിയിട്ട് വരാമെന്നിട്ട് പോയാൾ പാലുമില്ല പാത്രവുമില്ല പോയാളും ഇല്ല. ഇനി അടുത്തെന്താ പറയുന്നത്? അന ഔല ബിക്കുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഓരോ മുഅ്മിനെ സംബന്ധിച്ചും അവൻ്റെ തടിയേക്കാൾ അവന് ഏറ്റവും മുന്തിയ ആൾ ഞാനാണ്. അത് ഇന്നലെ ഹദീസ് ഓതിയില്ലേ, സ്വന്തം തടിയേക്കാളും തങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതാ. എന്നിട്ടോ മന്തറക്ക മാലൻ, ഒരാൾ മുതൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ കുറച്ച് പൈസയിലുണ്ട്, വലിയ ഹലി അവൻ്റെ അഹലുകാരെടുത്തോട്ട് എൻ്റെ അവകാശികൾക്ക് എനിക്കൊന്നും വേണ്ട. ഇനി ഒമന്തറക്ക ദൈനൻ, കടമോ ഔലയ എന്നല്ലെങ്കിലോ പോറ്റലിൽ സ്വയം ജീവിക്കാൻ കഴിയാത്ത ചെറിയ പറക്കമുറ്റാത്ത കുട്ടികൾ എന്ന് പറയുന്നത് ലയാൻ, അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലയ്യ വാല എന്നെക്കൊണ്ട് ഏൽപ്പിക്കുക, അതിനെ കോറ്റേണ്ട കടമ എനിക്കാണ്. ഇന്നാൾ മരിച്ചിട്ടുണ്ട്, 1000 റുപ്യ കടകണ്ട് നബിയെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ വിട്ടു. അവ കണ്ട അങ്ങനെ ഇങ്ങോട്ടൊന്നും വാങ്ങൂല. അപ്പോൾ ഇലയ്യ എന്ന് പറഞ്ഞാൽ അത് എന്നെക്കൊണ്ട് ഏൽപ്പിക്കുക, അലയ്യ അത് പോറ്റാനും വീട്ടുവാനുള്ള കടമ എൻ്റെ മേലാണ്. അന വലിയുൽ മോമിനീൻ, ഞാൻ മോമിനീങ്ങൾ വലിയാണ്. റവാഹുൽ ഇമാമു അഹമ്മദു വ മുസ്ലിം അന്നസായി വ അബൂദാബൂദ്. അതടുത്ത് തന്നു. അപ്പം നബി തങ്ങളും നമ്മൾ തമ്മിലുള്ള വലിയ ബന്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഖുതുബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലി ജുമുഅത്തിൻ സല്ലഹ ഫിൽ മദീനത്തിൽ മുനവ്വറ. മദീന മുനവ്വറയിൽ തങ്ങൾ ഹിജ്റ വന്നല്ലോ. അങ്ങനെ ഹിജ്റ വന്നപ്പോൾ ആദ്യമായി ജുമാക്ക് ചെയ്ത ഖുതുബയായി പറയുന്നു. തിങ്കളാഴ്ച എവിടെ എത്തിയത്? ഖുബൈലത്തുനിന്ന്. അങ്ങനെ ആദ്യമായി ജുമയിൽ അതെവിടെയാണ് പറഞ്ഞതെന്നറിയോ? അതാ ഖാലൽ ഹാഫിളു ഇബ്നു ജറീർ തബരി ഹദ്ദസനി യൂനുസ് ഇബ്നു അബ്ദില്ലാല അഖബറനാ ഇബ്നു വഹബിൻ അൻ സഈദ് ഇബ്നു അബ്ദുർറഹ്മാനുൽ ജുമഹി അന്നഹു ബലഗഹു അൻ ഖുതുബത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലി ജുമുഅത്തിൻ സല്ലഹ ബിൽ മദീന. അവിടെ ജുമാഅത്തുള്ളി എന്നൊരു സ്ഥലം തന്നെ ഉണ്ടല്ലോ. ഫി ബനി സാലിമിൻ ഇബ്നു അംർ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ ചെയ്തതാണ്. വദക്കറ ഹാദിഹിൽ ഖുതുബ, ആദ്യം ചെയ്ത ഖുതുബ. അൽഹംദുലില്ലാഹി അഹ്മദുഹു വഅസ്തഈനുഹു വഅസ്തഗ്ഫിറുഹു വഅസ്തഹ്ദീഹി വഉമിനു ബിഹി വലാ അക്ഫുറുഹു വഉആദി മൻ യക്ഫുറുഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് വന്നൂരി വൽ മൗഇള. എന്നിട്ടെന്ന് പറഞ്ഞു, നബി അയച്ചത് അലാ ഫത്റത്തിൻ മിനർ റുസുൽ എന്നാണ്. മുർസലീങ്ങളെ വലിയൊരു ഇടവേളക്ക്. എങ്ങനെ ഫത്രത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു റസൂല് വന്നിട്ട് അടുത്ത റസൂല് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇടവേള ഉണ്ടല്ലോ, ഇൻ്റർവെൽ, അതിനാ ഫത്രത്ത് എന്ന് പറയല്. അത് ഫത്രത്ത് ലോക ചരിത്രത്തിൽ രണ്ടാണ്. ഒന്ന് ഈസാ അലൈഹിസ്സലാം അങ്ങനെ ബനൂ ഇസ്രായേലിലേക്ക് കൂടി വന്ന് ഈസാ അലൈഹിസ്സലാം കൂടെ അപ്പാരമ്പര അവസാനി ഇബ്രാഹിം ഇസ്ഹാഖ് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ഈസാ അലൈഹിസ്സലാമിൻ്റെ ആ ഉയർച്ചയ്ക്ക് ശേഷം എത്ര 571 കൊല്ലത്തെ ഇടവേളയുണ്ട് നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ അടുക്ക്.
അവിടെ 40 വയസ്സിൻ്റെ നുബുവത്തും കൂട്ടി. അപ്പോൾ 600 ചില്ലാനും കൊല്ലായി. ഇതാണ് ഇത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൻ്റെ ഇടയിലുള്ള ഫത്രത്ത്. ഇനി ഇബ്രാഹിം അലൈഹി ഇസ്ലാം മക്കത്തെടുത്ത് നോക്കുക, അറബികളിലേക്ക് എടുത്ത് മറ്റേ ബനൂ ഇസ്രായേലിലേക്ക് വന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഴിഞ്ഞ് മക്കത്താരുണ്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ശേഷം നബിതങ്ങൾ വരെ എന്തെങ്കിലും ഇടക്ക് മുസ്ലിങ്ങളാരും വന്നിട്ടില്ല. എത്രയോ ആയിരങ്ങളുടെ കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട്. ആ പത്രത്ത് നീണ്ട പത്രത്താണ്. അപ്പോൾ അവിടെ എന്താ പറയുക, ലിതുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും എന്ന് പറഞ്ഞാൽ അത് അവിടത്തേക്കാണ്. ഒരു കൗമിനോട് തങ്ങൾ ഇൻദാർ അറിയിക്കണം. മാ ഉന്ദിറ ആബാഹും പൂർവ്വപിതാക്കും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും തങ്ങളുടെയും ഇടയിലുള്ള പിതാക്കന്മാർക്ക് ഒരു റസൂൽ വന്നിട്ടില്ല. അതാണ് ഈ ഫത്രത്തും മിനർ റസൂൽ. അതുപോലെ വഖില്ലത്തും മിനൽ ഇൽമി, ഇൽമിൻ്റെ കുറവുണ്ടായിരുന്നു. വദലാലത്തും മിനന്നാസ്, ജനങ്ങളുടെ വക്കൽ ദലാലത്തും വന്നിട്ടുണ്ട്. വൻഖിതാഉ മിനസ് സമാൻ, അതുപോലെ ദീർഘകാലത്തിൻ്റെ ഇടവേള. വദുനുബിൻ മിനസ് സാഅ, ഖിയാമത്ത് നാളുണ്ട് അടുത്ത സമയം, ആ ഇടവേളക്കാ പറയുന്നത്. വഖുർബിൻ മിനൽ അജ്ൽ, ലോകത്തിൻ്റെ അവധി അടുത്തെത്തിയിരിക്കുന്നു ആ സമയത്ത്. ചുരുക്കത്തിൽ അവസാനമായി വന്ന നബിയാണ് എന്നാണ് മൊട്ടാകൊണ്ട് വന്നത്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് റശദ വമൻ യഅസിഹിമാ ഫഖദ് ഗവാ. കേട്ടാ, വഫറത വളല്ല ളലാലൻ ബഈദ. അള്ളാഹ്ക്കും റസൂലിനും ഒരാളെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ വെടിപിഴച്ചു, അവൻ ജീവിതത്തിൽ എന്തായി, ദലാലത്തിലായി. വൗസൈക്കും ബിതഖ്വല്ലാഹ് ഫഇന്നഹു ഖൈറു മാ ഔസാ ബിഹിൽ മുസ്ലിമുൽ മുസ്ലിമ അൻ യഹുല്ലഹു അലൽ ആഖിറ വഅൻ യഅ്മുറഹു ബിത്തഖ്വ. എന്തിനാ തഖ്വാൻ്റെ വസിയ്യത്ത് ഇങ്ങനെ എപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വസിയത്ത് പറയാനുള്ള ഏറ്റവും നല്ല വാക്ക് തഖ്വയുള്ള വസിയത്തെന്ന്. അന്ന് പറഞ്ഞാൽ വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ വല്ലദീന മിൻ ഖബ്ലിക്കും എന്താന്ന് പറഞ്ഞാൽ അനിത്തഖുല്ലാഹ്. അതുപോലെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വസിയത്ത് പറയാനുള്ള ഏറ്റവും നല്ല കാര്യം ഏതാണ്? ആഖിറത്തിൻ്റെ മേൽ പ്രേരിപ്പിക്കലും അള്ളാഹിൻ്റെ തഖ്വ കൊണ്ടുള്ള വസിയത്തുമാണ്. അങ്ങനത്തെ തഖ്വയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു വരുന്നത്. ഫഹദറൂ മാ ഹദറക്കുമുല്ലാഹു മിൻ നഫ്സിഹി, അല്ലാഹു തആല നിങ്ങൾക്ക് താക്കീത് പറഞ്ഞ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മിൻ നഫ്സിഹി വയഹദറക്കുമുല്ലാഹു നഫ്സഹു എന്ന് പറഞ്ഞില്ലേ. വലാ അഫ്ളല മിൻ ദാലിക നസീഹത്തൻ, നസീഹത്താൽ ഇതിനേക്കാൾ അഫ്ളലായ ഒന്ന് പറയാനില്ല. വലാ അഫ്ളല മിൻ ദാലിക ദിക്റ, ഒരാളെ ഉത്ബോധിപ്പിക്കലുണ്ടല്ലോ, അതിനേക്കാൾ അഫ്ളലായൊന്നില്ല. ഫഇന്നഹു തഖ്വ ലിമൻ ആമില ബിഹി അലാ വജലിൻ വമഖാഫത്തിൻ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അവൻ്റെ പോരായ്മയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അമൽ ചെയ്യുന്നക്ക് തഖ്വ തന്നെ. വഅഊനു സിദ്ഖിൻ അലാ മാ തബ്തഗൂന മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കൊതിക്കുന്നുവോ അതിനുള്ള നല്ല കൂട്ടുകാരനാണ് ഇത് തഖ്വ. വമൻ യുസ്ലിഹില്ലദീ ബൈനഹു വബൈനല്ലാഹി തആല മിൻ അംരി സിർരി വൽ അലാനിയ, അതുപോലെ ഒരുത്തൻ്റെ ഇടയിലും അതുപോലെ അള്ളാഹുവിൻ്റെ ഇടയിലും രഹസ്യത്തിലും പരസ്യത്തിലും ഇസ്ലാഹാക്കുന്ന കാര്യം തഖ്വയല്ലാത്ത മറ്റൊന്നില്ല. വലാ യൻവി ബിദാലികില്ല വജ്ഹല്ലാഹി തആല, ഇതാണ് അള്ളാഹുവിൻ്റെ വജ്ഹല്ലാത്ത അതുകൊണ്ട് ഉദ്ദേശിക്കില്ല. എന്നാൽ യകുല്ലഹു ദിക്റൻ ഫി ആജിലി അംരിഹി, അത് വമൻ യുസ്ലിഹിൻ്റെ ജവാബാണിത്. അത് വമൻ യുസ്ലിഹ് എന്ന് പറഞ്ഞില്ലേ, ആജിലി അംരിഹി എന്ന് വെച്ചാൽ ഇപ്പോൾ. വദുഖറ ഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിലേക്ക് ഒരു സൂക്ഷിപ്പ് സ്വത്തുവാണ്. ഹത്താ യഫ്തഖിറുൽ മർഉ ഇലാ മാ ഖദ്ദമ, ഹീന യഫ്തഖിറുൽ മർഉ ഇലാ മാ ഖദ്ദമ, ഇവൻ മുമ്പ് ചെയ്തു വെച്ച അമലിലേക്ക് ആവശ്യം നേരിടുന്നൊരു സമയമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒമാ തുഖദ്ദിമൂ എന്നല്ല പറഞ്ഞത്. പരലോകത്തിലേക്ക് ചെല്ലുമ്പോൾ കാലേക്കൂട്ടി എന്താണെന്ന് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചത് അതാ, അതിലേക്ക് ആവശ്യമാകുന്ന സമയമുണ്ട്. വമാ ഖാന മിൻ സിവാ ദാലിക, ആ ഖൈറായ തഖ്വയല്ലാത്ത മറ്റൊരു കാര്യമാണ് സംഭവിച്ചതെങ്കിൽ യബദ്ദു ലൗ അന്ന ബൈനഹു വബൈനഹു അമദൻ ബഈദ, എന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യം ഞാനുമായി ബഹുദൂരം അകന്നങ്ങൾ തിരക്കടില്ലായിരുന്നേനേ. ഖുർആനിലുണ്ടല്ലോ, വമാ അമിലത്ത് മിൻ സൂഇൻ യബദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ആലിമ്രാനല്ലേ ഇത്?
അല്ല നിസാക അത് അതിൻ്റെ ബാക്കിയുണ്ട് വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു അല്ലാഹു റഊഫും ബിൽ ആലി ഇമ്രാൻ എടുത്ത് നോക്കിയിട്ട് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ളറ. ഏതൊരു നഫ്സും എന്താണോ ഖൈറ് പ്രവർത്തിച്ചത് അത് അവൻ്റെ മുമ്പിൽ ഹാജരാക്കി കാണിക്കപ്പെടും. വമാ അമിലത്ത്, അത് പുതിയ മുബ്തദ. വമാ അമിലത്ത് മിൻ സൂഇൻ, ഏതൊരു നഫ്സും തെറ്റിനാൽ വല്ലതും ചെയ്തിട്ടുള്ളത് തവദ്ദു, ആ നഫ്സ് ആഗ്രഹിക്കും ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ, ആ തെറ്റും ഞാനുമായിട്ട് വളരെ ബഹുദൂരം അകന്ന് ജീവിച്ചെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതിനപ്പുറം വയഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു, അള്ളാഹു അവൻ്റെ നഫ്സിനെ പറ്റി താക്കീത് അറിയിക്കുന്നു എന്ന്. ഗസാലി ഇമാം എടുത്തത് അള്ളാഹുവിൻ്റെ അദാബ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ് വല്ലദീ സദഖ ഖൗലുഹു വഅൻജസ വഅദഹു ലാ ഖുൽഫ ലിദാലിക്, അതൊരു സത്യത്തിൻ്റെ വാക്കാണ്. ഏതൊരുത്തൻ്റെ കൗലാണോ സാദിക്കായത് അല്ലാഹു തആല, വഅൻജസ വഅദഹു, ഏതൊരുത്തൻ്റെ വാക്തത്വമാണോ ഏറ്റവും പൂർത്തിയാക്കപ്പെട്ടത് ആ റബ്ബിനെ തന്നെ സത്യം, ലാ ഖുൽഫ ലിദാലിക്, ഈ പറഞ്ഞതിൻ്റെ മാറ്റമില്ല. ഫഇന്നഹു യഖൂലു തആല മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ പറഞ്ഞതിനാ എന്നോട് തിരുത്തി പറയലില്ല ഇതില്ല. വത്തഖുല്ലാഹ ഫീ ആജിലി അംരിക്കും വ ആജിലിഹി, ആജിലേതാ ഇപ്പോൾ, ആജിലേതാ ഭാവി. അപ്പോൾ വർത്തമാനകാലത്തും ഭാവി കാലത്തും രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾക്ക് അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യുക. ഫഇന്നഹു മൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅ്ളിം ലഹു അജ്റാ, ആരെങ്കിലും അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സയ്യിആത്ത് പൊറുപ്പിച്ചു തരും, അതുപോലെ അവന് ധാരാളം വണ്ണമേറിയ പ്രതിഫലം കൊടുക്കും. വമൻ യത്തഖില്ലാഹ ഫഖദ് ഫാസ ഫൗസൻ അലീമാ, നീണ്ട ഖുതുബയായിരുന്നു. വഇന്ന തഖ്വല്ലാഹി തആല തഖീ മഖ്തഹു, അള്ളാഹുവിൻ്റെ തഖ്വ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കോപത്തിന് അത് കാക്കും, മനുഷ്യനിക്ക് വരാതെ. വതഖീ ഉഖൂബത്തഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അത് കാക്കും. വതഖീ സുഖ്തഹു, അള്ളാഹുവിൻ്റെ സുഖ്ത് അതിനെയും കാക്കും. വഇന്ന തഖ്വല്ലാഹി തുമയ്യിദുൽ വജ്ഹ, അള്ളാഹുവിൻ്റെ തഖ്വ മുഖങ്ങളെ പ്രകാശിപ്പിക്കും. വതർഫഉ ദറജ, ദറജ ഉയർത്തുകയും ചെയ്യും. ഖുദൂ ബിഹദ്ദിക്കും വലാ തുഫർരിതു ഫീ ജംബില്ലാഹി തആല, തഖ്വയിൽ നിന്ന് നിങ്ങൾ ഓഹരി നിങ്ങൾ എടുക്കണം. അള്ളാഹിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്താക്കുക, ഒരു കാര്യത്തിന് ഉപേക്ഷ വരുത്താൻ പാടുള്ളതല്ല. ഖദ് അല്ലമക്കുമുല്ലാഹു കിതാബഹു, അള്ളാഹു തആല അവൻ്റെ കിതാബിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വനഹജ ബിക്കും സബീലഹു, അള്ളാഹുവിൻ്റെ വ്യക്തമായ മാർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലിയഅലമല്ലദീന സദഖൂ വലിയഅലമൽ കാദിബീൻ, അതിൽ സാദിക്കായവർ ആരൊക്കെയുണ്ട് കാദിബായ അവരൊക്കെയുണ്ടെന്ന് ഇവിടെ തെളിഞ്ഞു വരും. ഫഅഹ്സിനൂ കമാ അഹ്സനല്ലാഹു ഇലൈക്കും, അള്ളാഹു തആല നിങ്ങൾക്ക് ഗുണം ചെയ്ത് തന്നതുപോലെ നിങ്ങളെന്താക്കണം, ഇഹ്സാൻ ചെയ്യണം. വആദൂ അഅദാഅഹു, അള്ളാഹുവിൻ്റെ അദുവ്വനോട് നിങ്ങളെന്താക്കണം, ശത്രുത വെക്കണം. വജാഹിദു ഫീ സബീലില്ലാഹി ഹഖ്ക ജിഹാദ് ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, ആ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങളെന്താക്കണം, മുജാഹദ് ചെയ്യണം. ഹുവജ്തബാക്കും വസമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹു തആല മറ്റുള്ള ഉമ്മത്തിനെ അപേക്ഷിച്ച് നിങ്ങളെ അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ എന്നാണ് നിങ്ങൾക്ക് അള്ളാഹു തആല പേര് വന്നത്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന, ഹലാക്കായവർ സത്യം തിരിഞ്ഞുകൊണ്ട് തന്നെ ഹലാക്കാട്ടെ, തിരിഞ്ഞിട്ട് സ്വീകരിക്കാഞ്ഞാൽ അല്ല നമുക്ക് അറിയായിട്ടാന്ന് പറയാനില്ലല്ലോ. അമ്പയ്യനടുത്തേക്ക ലിയഹലിക്കയിലേക്ക്. വയഹ്യ മൻ ഹയ്യ, ജീവിച്ചാൾ എന്ന് പറഞ്ഞാലോ സജീവമായി പ്രവർത്തിച്ച ആൾ, അൻ ബയ്യിന, ബയ്യനത്തോടു കൂടി ഹയാത്തു ആട്ടെ. വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഅക്സിറൂ ദിക്റല്ലാഹി തആല, അള്ളാഹിൻ്റെ ദിക്ർ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. വഅമലൂ ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി നിങ്ങൾ അമൽ ചെയ്യണം. ഫഇന്നഹു മൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാഹി തആല യക്ഫിഹില്ലാഹു മാ ബൈനഹു വബൈനന്നാസ്, അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ,
അത് ഇസ്ലാഹാക്കി നല്ല നിലക്ക് പ്രവർത്തിച്ചാൽ എന്താക്കും, ഇവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള ഇടപാടിനെ അള്ളാഹു തആല ഇസ്ലാഹാക്കി തരും. ഇപ്പം എന്താക്കുന്ന, അള്ളാഹിനിടയ്ക്കിലുള്ള ഇത് ചീത്തയാക്കിയിട്ട് ജനങ്ങളിലേക്ക് ഒപ്പിക്കാൻ നോക്കുന്നു. ദാലിക ബിഅന്ന അല്ലാഹ യഖ്ദി അലന്നാസ്, ജനങ്ങളെ മേലിൽ വിധി കൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. വലാ യഖ്ദൂന അലൈഹി, അള്ളാഹിൻ്റെ മേലിൽ ജനങ്ങൾ വിധി കൽപ്പിക്കൂല, തിരിച്ചില്ല. വയംലിക്കു മിനന്നാസി വലാ യംലിക്കൂന മിൻഹു, ജനങ്ങളെ വക്കൽ നിന്ന് അള്ളാഹു തആല മിൽക്കാക്കുമ്പോൾ ജനങ്ങൾ അള്ളാഹിൻ്റെ വക്കൽ നിന്ന് മിൽക്കാക്കൂല. അല്ലാഹു അക്ബർ വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ആ ഖുതുബ തീർന്നു. ഇനി അടുത്ത ഖുതുബനെ പറ്റി പറയും. അതിൻ്റെ ഇടയിൽ ഖാലൽ ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഹാകദ ഔറദഹ ഇബ്നു ജരീർ, ഇബ്നു ജരീർ തബരിയാണ് ഇപ്രകാരം അവതരിപ്പിച്ചത്. വഫിസ്സനദി ഇർസാലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ ഇയാളാണ് എടുക്കൽ, ഇയാൾക്കാർ വന്നിടത്ത് ഇയാൾക്കാർ വന്നിടത്ത് ഇങ്ങനെ പറഞ്ഞ് അവിടെ കണ്ണി മുറിയാതെ ഇങ്ങനെ പോയിട്ട് എന്താക്കണം, നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് അത് അവസാനിക്കണം. അതിൽ താബിഈ പറഞ്ഞിട്ട് എന്താക്കും, തുടങ്ങുന്നുണ്ട്. താബിഈന് ശേഷം ആളെ പറയാതെ നബി തങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താക്കും, ഇർസാൽ എന്ന് പറയും. അതെ, മുർസല്. അതുകൊണ്ടല്ലേ ഇർസാല്, പറഞ്ഞാക്കല്ലെന്നല്ല. സനദിങ്ങനെ പറഞ്ഞ് താബിയിലേക്ക് എത്തി. താബിയിലേക്ക് എത്തിയിട്ട് നേരെ നബി തങ്ങളെ വരാൻ പറയുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എന്താകും, ഒരു സഹാബി ഉണ്ടാകാം, ഒന്നിലധികം സഹാബി ഉണ്ടാകാം. അതായത് ഒരു സഹാബി മറ്റൊരു സഹാബിയെ തൊട്ട്, കൂടുതൽ വയസ്സുള്ള സഹാബിയെ തൊട്ട് പ്രായം കുറഞ്ഞ സഹാബി റിപ്പോർട്ട് ചെയ്യല്ലേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പരിപാടിപ്പെടുത്തി കഴിഞ്ഞില്ലേ, അതിന് മുമ്പ് വയസ്സേറിയ സഹാബിയെ തൊട്ടിട്ട്. അതാണ് ഇർസാല്. വഖാലൽ ബൈഹഖിയ്യു ബാബു അവ്വൽ ഖുതുബത്തിൻ ഖതബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീന എന്നാണ് ബൈഹഖി ഇമാമിൻ്റെ ഹെഡിങ് ഈ ഹദീസിലെ. സുമ്മ ഔറദ ഇബ്നു കസീർ, മറ്റേ ഹാഫിദ് ഇബ്നു കസീറിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ആ കലാമ തിരിയുന്നില്ല. ബി ഇസ്നാദിൽ ബൈഹഖി, ബൈഹഖിമിൻ്റെ ഇസ്നാദ് പറഞ്ഞു ഇല അബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. കേട്ടോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫാരാണ് അശ്റത്തുൽ മുബശ്ശരീൻപ്പെട്ട സഹാബിയാണ്. ഓറെ മോനാണ് അബൂ സലമ ഓറിലേക്ക് എത്തിച്ചത്. ഖാല, ആര് പറയുന്ന, അബൂ സലമ പറയുകയാണ്, കാനത്ത് അവ്വല ഖുതുബത്തിൻ. അപ്പോൾ ഓർക്കാരാ പറഞ്ഞു കൊടുക്കുന്നത്, ഉപ്പയുടെ പേര് പറഞ്ഞ റസൂലുള്ളാഹി ബിൽ മദീനത്തി അൻഖാമ ഫീഹിം, തങ്ങൾ എണീറ്റ് നിന്നു. ഫഹമിദല്ലാഹു വസന അലൈഹി ബിമാ ഹുവ അഹ്ലുഹു, അല്ലാഹുവിനെ സ്തുതിച്ച് സുമ്മ ഖാല അമ്മാ ബഅദു എന്ന് തുടങ്ങുന്നത്. അതാ സനദിനെ പറ്റി എന്ന് പറഞ്ഞത്. ഫഖദ്ദിമൂ ലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളെ നഫ്സിൻ്റെ ആവശ്യത്തിൻ്റെ കാളയെ കൂട്ടി എല്ലാം തയ്യാറാക്കി വെക്ക്. തഅലമുന്ന വല്ലാഹി യുസ്ലിഹുന്ന അഹദക്കും സും, അതാ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും, നിങ്ങൾ അറിയും, നിങ്ങൾ ഞെട്ടും. പേടിച്ചിട്ട് ഞെട്ടലുണ്ടല്ലോ, അതാ നിങ്ങളൊരാൾ എന്താക്കും, പേടിച്ചിട്ട് സുമ്മലദഉന്ന ഖദമഹു ലൈസ ലഹാ റാഇൻ, ആ ഞെട്ടൽ പേടിച്ചിട്ടുണ്ടാക്കും, നിങ്ങൾ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാട്, ഒരു കൂട്ടം ആടിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സ്വന്തം കാര്യം കൊണ്ട് ചൂലാവും, അതിന് മേയ്ക്കാൻ ആളിലുണ്ടാവും, ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു. സുമ്മല യഖൂലുന്ന ലഹു റബ്ബുഹു, റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, ലൈസ ലഹു തർജുമാൻ, ഇടയാളൻ ഇല്ലാതെ, വലാ ഹാജിബ യഹ്ജുബുഹു ദൂനഹു, അതിനിടയിൽ ഒരു മറയിടുന്നവനും ഇല്ലാതെ അല്ലാഹ് ചോദിക്കുന്ന എന്താ, അലം യഅതിക റസൂലി ഫബല്ലഗക, എൻ്റെ റസൂൽ നിങ്ങൾക്ക് വന്നിട്ടില്ലേ, എന്നിട്ട് അത് മുഴുവൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ അല്ല എന്ന് ചോദിക്കും. വആതൈതുക മാലൻ, ഞാൻ നിനക്ക് മുതൽ തന്നിട്ടില്ലേ, വഅഫ്ളൽതു അലൈക, നിൻ്റെ മേൽ ഒരുപാട് ഇഫ്ളാൽ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ, ഫമാ ഖദ്ദംത ലി നഫ്സിക്, നിൻ്റെ നഫ്സിന് വേണ്ടി എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയും. ഹിസാബ ചോദിക്കുന്നു. ഇവനാകെ പേടിച്ചില്ലേ. ഫയൻളുറു, ആര്, അയൽ അബ്ദു, എന്തൂറു, ഹദീസിൽ അബ്ദു ഉണ്ടാവില്ല. ഈ എന്തൂറു എന്നുള്ളത് അള്ളാഹു എന്ന് തോന്നിയപ്പോണ്ട, യമീന വശിമാന, ഇടത്തും ബലത്തെല്ലാം നോക്കുന്നു. ഫലായറാ ഷൈൻ, ഒന്നും കാണാനില്ല. എന്തിൻ്റെ ഉത്തരത്തിന്, ഫമാ ഖദ്ദംത ലി നഫ്സിക്കാൻ്റെ ഉത്തരത്തിന്. സുമ്മ യൻദുറു ഖുദ്ദാമഹു, മുമ്പാകത്ത് നോക്കുന്നു. ഫലായറാ ഗൈറ ജഹന്നം, ജഹന്നമല്ലാത്ത മറ്റൊന്നും അവിടെ കാണാനില്ല. അതുകൊണ്ട്
ഫമൻ ഇസ്തതാഅ അൻ യഖിയ വജ്ഹഹു മിനന്നാർ, നരകത്തിനെ തൊട്ട് അവൻ്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ആർക്കെങ്കിലും കഴിയുമെങ്കിൽ വലോ ബിശിഖി തംറ, ഒരു കാരക്കൻ്റെ കീറ് ചിലവാക്കിയിട്ടെങ്കിലും നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഫൽ യഫ്അൽ, അങ്ങനെ ചെയ്യട്ടെ. അപ്പം എത്രന്താ കാരക്ക കീറ്? ഒരു ചെറിയ അമലെങ്കിലും ചെയ്തിട്ട് വമല്ലം യജിദ്, ഇനി അതും കിട്ടുന്നില്ലേ, നഫബി കലിമത്തിൻ തയ്യിബ ഉണ്ടെങ്കിലും നരകത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കട്ടെ. കലിമത്ത് തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറയും. എല്ലാ ആ കൊടുക്കാനുള്ള ആൾക്ക് ഒരു കാരക്ക കയറി കൊടുക്കാനില്ലാത്തപ്പോൾ ഓനോട് നല്ല വാക്ക് പറയാം, അല്ല നമുക്കല്ലോ എല്ലാ കഷ്ടപ്പാടും മാറ്റിത്തരട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഫൈന്ന ബിഹാ തുജിസിൽ ഹസനത്തു അശ്റ അംസാലിഹ, ഈ കലിമത്തു തയ്യിബ ഉപയോഗിച്ചിട്ട് പറഞ്ഞ്, എന്നാൽ ഒരു ഹസനത്ത് 10 ഇരട്ടിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അടമ്പരെ ഇലാ 700 ളഅഫിൻ, 700 വരെയും. വസ്സലാമു അലൈക്കും വഅലാ റസൂലില്ലാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മറ്റേ കുർബൻ്റെ അഡീഷണലായിട്ട് വന്നതാണ്. സുമ്മ ഖതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഉഖ്റ, മറ്റൊരവസരത്തിൽ ചെയ്ത ഖുതുബ. فقال إن الحمد لله أحمده وأستعينه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له إن حسن الحديث كتاب الله قد أفلح من زينه الله في قلبه. ഇത് നേരത്തെ പറഞ്ഞ വാക്കിൽ പെട്ടിട്ടില്ല. ഒരാൾ വിജയിയായി. ആര്? ഈ കിതാബുല്ലാഹിനെ ഒരുത്തൻ്റെ കൽബിൽ അല്ലാഹു തആല തസീനായി കൊടുത്ത് അതിനോടുള്ള ആദരവും അതിനോടുള്ള ബഹുമാനവും അത് ഭംഗിയാക്കി തോന്നിക്കലും ആക്കിയാൽ അവൻ രക്ഷപ്പെട്ടു. വഅദ്ഖലഹു ഫിൽ ഇസ്ലാമി ബഅദൽ കുഫർ, കുഫർ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിലേക്ക് അല്ലാഹു തആല അവനെ കടത്തുകയും ചെയ്തു. വഖ്താറഹു അലാ മാ സിവാഹു മിൻ ഹദീസിൻ നാസ്, കണ്ട, അതിനെ അവൻ മുഖ്താറാക്കി, ഈ വ്യക്തിയെ ജനങ്ങളുടെ അഹാദീസിനാൽ മറ്റുള്ള കാര്യമുണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് ഖുർആൻ എന്താക്കി ഇഖ്തിയാർ ചെയ്തു. ഇന്നഹു ഹസനുൽ ഹദീസി വ അബ്ലഗുഹു, ഏറ്റവും അർത്ഥസമ്പുഷ്ടമായതാണ്, അതുപോലെ ഹദീസിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതുമാണ്. അഹിബ്ബു മൻ അഹബ്ബല്ലാഹ്, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ ഇഷ്ടപ്പെടുക. എന്നാൽ അഹിബ്ബുല്ലാഹ മിൻ കുല്ലി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയം നിറയെ അള്ളാഹിനെ പറ്റി സ്നേഹിക്കുക. വലാ തമല്ലു കലാമല്ലാഹി വ ദിക്റഹു, അള്ളാഹുവിൻ്റെ കലാമിനെയോ അവൻ്റെ ദിക്റിനെയോ നിങ്ങൾ മടുത്തു പോകാൻ പാടില്ല. വലാ തഖസു അൻഹു ഖുലൂബുക്കും, അള്ളാഹുവിൻ്റെ ദിക്റിനെയും വിട്ട് നിങ്ങളെ കൽബ് കാസിയാകാൻ പാടില്ല. കാസി എന്ന് പറഞ്ഞാൽ പാറക്കല്ല് പോലെ വറക്കലില്ല. സുമ്മ കസത്ത് ഖുലൂബുക്കും ഫഇന്നഹു മൻ യഖ്താറുല്ലാഹു വയസ്തഫീ ഫഖദ് സമ്മ ഖീറത്തുഹു മിനൽ അഅമാൽ വഖീറത്തുഹു മിനൽ ഇബാദ് വസ്സാലിഹു മിനൽ അഹാദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തിരഞ്ഞെടുത്തു, എന്നാൽ അമാലിൻ്റെ കൂട്ടത്തിൽ എന്താ ഏറ്റവും ഖൈറായ ഒന്ന് എന്ന് അല്ലാഹു തആല അതിന് പേര് കൊടുത്തു. അതുപോലെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവർ, ഹദീസിൻ്റെ വിഷയത്തിൽ ഹദീസിന് വാർത്ത സാലിഹ്. വമിൻ കുല്ലി മാ ഉതിയ നാസു മിനൽ ഹലാലി വൽ ഹറാം, ഹലാലിനാലും ഹറാമിനാലും ജനങ്ങൾക്ക് നൽകപ്പെട്ട എന്തുണ്ടോ അതിൽ നിന്ന് ഏറ്റവും സാലിഹായ സാധനമായി. ഫഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വത്തഖൂഹു ഹഖ്ക തുഖാതിഹി വസ്തഖുല്ലാഹ സാലിഹ മാ തഖൂലൂന ബിഅഫ്വാഹിക്കും വതഹാബ്ബു ബിറൗഹില്ലാഹി ബൈനക്കും ഇന്നല്ലാഹ യഗ്ലബു അൻ യുൻകസ അഹ്ദുഹു. അള്ളാഹുവിൻ്റെ കരാറ് പൊളിക്കപ്പെടൽ എന്നുള്ളത് അല്ലാഹു തആല കോപിക്കുന്ന പ്രവർത്തനമാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൻ്റെ പറഞ്ഞാൽ ഖാല ഇബ്നു കസീർ ബഅദമാ അവറദ ദാലിക്, ഇത് ഇബ്നു കസീർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ലേ. വഹാദിഹി തരീഖു അൽ മുർസലത്ത്, ഈ രണ്ടാമത്തെ ഖുതുബയിലും ഇർസാലുണ്ട്. ഇർസാൽ ഏതാ? സനദിങ്ങനെ പറഞ്ഞിട്ട് താബിഇന് ശേഷം നബിൻ്റെ ഇടയിൽ ആളെ പോയി. അപ്പോൾ അതൊരു ഹദീസിൻ്റെ ന്യൂനതായിട്ടാണ് കണക്കൂട്ടുക. എന്നാൽ ഇല്ലാന്നഹ മുഖവിയത്തുൽ ലിമാ ഖബലഹ, മുമ്പുള്ളതിനെ ശക്തി പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, കുറേ നൂല് കൂട്ടി ദൈഫായ നൂലെടുത്തിട്ട് പിരിച്ചു കൂട്ടിയാൽ ഒരു കമ്പക്കാരാകുന്നു. വനിഖ്തലഫത്തിൽ അൽഫാദിന് ചെറിയ മാറ്റമുണ്ടെങ്കിലും എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി നോക്കാൻ അൽ ബിദായ വന്നിഹായ നോക്കിയാൽ മതി. പിന്നെ കസീർ
മുഫസ്സിറാന്ന്. ഖാരിജ ഇബ്നു കസീറല്ല. ഇത് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ പരസ്യപ്പെട്ടില്ല മുത്തവാത്തിർ എന്ന് പറയില്ലേ. അത് ഹദീസിന് മുത്തവാത്തിർ വേറുണ്ട്, സഹീഹ് വേറുണ്ട്, സഹീഉൽ ലിദാത്തിഹി വേറുണ്ട്, സഹീഉൽ ലിഗൈരിഹി ഉണ്ട്, ഹസനുൽ ലിദാത്തിഹി ഉണ്ട്, ഹസനുൽ ലിഗൈരിഹി ഉണ്ട്. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, മൗദൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുർസൽ എന്ന് പറഞ്ഞിട്ട്. അത് മുർസൽ സനദ് നോക്കിയിട്ടാണ്. ഇപ്പം മക്കയിൽ കാബ ഉണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവെന്താവണം? അത് മുത്തവാത്തിരല്ല, ആർക്കും നിഷേധിക്കാൻ കഴിയുക. അതായത് ഒരു തെളിവിന് ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങനെ പരസ്യപ്പെട്ടു വെക്കാമെന്ന് മുത്തവാത്തിർ എന്ന് പറയുന്നു. മുത്തവാത്തിറിനകത്ത് അത് നെറുപുറത്തോണ്ട് അറിയപ്പെടും. കുറേ ഹുതുബകൾ പറയുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. പിന്നെ അവിടെ വെക്കുന്ന ഇത് ഓഫാക്കിയാലും ചൂടന്നെ ഇട്ടാനായിട്ട് അസഹ്യമായും ചെയ്യും.